നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കാട്ടാനശല്യം തടയാൻ സംസ്ഥാനാന്തര കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വയനാട്ടിലെ സാഹചര്യം പരിശോധിക്കാൻ 3 വനം ഡിവിഷനുകൾ ഉൾപ്പെടുത്തി സ്പെഷ്യൽ സെൽ രൂപീകരിക്കുമെന്നും മന്ത്രി. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള 460 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് തൃശൂരിൽ നടന്നു. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നടന്ന പരേഡിൽ വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ അഭിവാദ്യം സ്വീകരിച്ചു. സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ എല്ലാ കുറ്റവുമേറ്റ് അക്കാദമി അധ്യക്ഷൻ കെ. സച്ചിദാനന്ദൻ. മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുന്നത് ഒരു മഹത് പ്രവൃത്തിയാണെന്നും സച്ചിദാനന്ദൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പരിഹസിച്ച് ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തി. കേച്ചേരി തലക്കോട്ടുകരയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കുണ്ടുകാട് വട്ടായി സ്വദേശി അറയ്ക്കമൂലയിൽ വീട്ടിൽ 35 വയസ്സുള്ള ബിൻസ് കുര്യനാണ് മരിച്ചത്. സ്വകാര്യ ബസ്സിൽ നിന്ന് നാടോടി സ്ത്രീകൾ ഇലക്ട്രിക് കേബിളുകൾ മോഷ്ടിച്ചു. കല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന ബസ്സിൽ നിന്നാണ് 4 കോയിൽ കേബിളുകൾ മോഷ്ടിച്ചത്. കുന്നംകുളം ചൊവ്വന്നൂർ ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. പറമ്പിൽ കൂട്ടിയിട്ടിരുന്ന ഉണങ്ങിയ മരക്കഷ്ണങ്ങൾക്കാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. കേരള കാർഷിക സർവകലാശാല അഗ്രികൾച്ചറൽ എന്റമോളജിയിൽ പഴയന്നൂർ സ്വദേശിനി വി വിനീതയ്ക്ക് ഡോക്ടറേറ്റ്. പഴയന്നൂർ കുമ്പളക്കോട് താഴ്ത്തിയതിൽ മലച്ചിക്കളം വേണുഗോപാലന്റെയും ബേബിയുടെയും മകളാണ് വിനീത. ഗോവയിൽ നടന്ന ദേശീയ മാസ്റ്റേഴ്സ് കായികമേളയിൽ കേരളത്തിനു വേണ്ടി 4 സ്വർണ്ണ മെഡലുകൾ നേടി ബിൻസി മോഹൻ. BSNL കണ്ടശാംകടവ് ക്ലസ്റ്ററിൽ ജീവനക്കാരിയാണ്. 2025 തായ്പേയിൽ നടക്കാനിരിക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് കായികമേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിൻസി മോഹൻ മത്സരിക്കും. ആളൂർ പോലീസ് സ്റ്റേഷൻ വേളുക്കരയിലേക്ക് മാറ്റാനുള്ള നടപടികൾ നിർത്തിവെക്കണമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ കോക്കാട്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച ആളൂർ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ 8 വർഷമായി കല്ലേറ്റുംകര ബാങ്ക് വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും പോൾ കോക്കാട്ട്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു. CPM തൈക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MA ഷാജു അധ്യക്ഷത വഹിച്ചു. കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ കഥകളി പരിചയത്തിന്റെ ഭാഗമായി കഥകളി അരങ്ങേറി. കലാമണ്ഡലം ഭരണസമിതി അംഗം KB രാജാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറം ചേറൂർ സാഹിതിയിൽ ഓർമ്മകളിൽ ONV എന്ന പരിപാടി സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ വർഗീസ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്ര കലശ ചടങ്ങുകൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. കലശ ചടങ്ങുകൾ ആരംഭിച്ചാൽ ഉത്സവം കഴിയുന്നതുവരെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല. ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലത്തൂർ MPയെ ജനകീയ വിചാരണ ചെയ്തു. മുൻ MP S അജയ്കുമാർ ജനകീയ വിചാരണ ഉദ്ഘാടനം ചെയ്തു. CPI എറിയാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ഞളി ബ്രാഞ്ച് കമ്മിറ്റി അംഗം അജിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി. ET ടൈസൺ MLA താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. ചാലക്കുടി നഗരസഭ പോട്ടയിൽ നിർമ്മിക്കുന്ന PT ശങ്കരൻ എമ്പ്രാന്തിരി സ്മാരക കമ്മ്യൂണിറ്റി ഹാളിന്റെ ശിലാസ്ഥാപനം ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ യുവ അഭിഭാഷക കൺവെൻഷനും പഠന ക്യാമ്പും അതിരപ്പള്ളിയിൽ നടന്നു. മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് S. സിരി ജഗൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് 9 പണിതീർത്ത സ്മാർട്ട് അംഗനവാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ സംയോജിത പച്ചക്കറി കൃഷി ആരംഭിച്ചു. പദ്ധതിയുടെ വാർഡ് തല ഉദ്ഘാടനം കർഷക സംഘം എരുമപ്പെട്ടി മേഖലാ പ്രസിഡന്റ് ഡോക്ടർ VC ബിനോജ് നിർവഹിച്ചു. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗുരുവായൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവും ദൃശ്യ ഗുരുവായൂരിന്റെ ദീർഘകാല പ്രസിഡന്റുമായിരുന്ന KK മോഹൻ റാമിന്റെ 8ാം ചരമവാർഷികം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. 16 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു.
മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന് മുന്നോടിയായി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും ചലച്ചിത്ര താരം ജയറാമും ചേർന്ന് ചൊവ്വാഴ്ച നടത്തുന്ന പഞ്ചാരിമേളത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള വീഡിയോ സോഷ്യൽ മീഡിയകളിൽ തരംഗമാകുന്നു. രാവിലെ 9-ന് തിരുവാണിക്കാവ് സന്നിധിയിലാണ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും ജയറാമും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം അരങ്ങേറുക. കൊടകര മറ്റത്തൂർക്കുന്ന് ശ്രീ ചൊവ്വനയെടുത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 ചാൽ മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ജൈജു വിശ്വമരൻ കാർമ്മികത്വം വഹിച്ചു. ഒരാഴ്ചയായി നടന്നുവന്നിരുന്ന ചാലക്കുടി മുരിങ്ങൂർ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. അന്നനാട് ആറങ്ങാലി കടവിൽ ആറാട്ട് ചടങ്ങുകൾ നടന്നു. നേന്ത്രക്കായ വിലയിടിഞ്ഞതോടെ മലയോരത്തെ വാഴ കർഷകർ ദുരിതത്തിൽ. മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണിയിൽ കെട്ടിക്കിടക്കുന്നത് 4000 കിലോയോളം നേന്ത്രക്കായ. കുന്നംകുളം ട്രഷറിക്ക് സമീപത്തെ ഹോട്ടലിൽ മോഷണം. ഫുഡ് കോപ്പ ഹോട്ടലിലാണ് മോഷണം നടന്നത്. ഹോട്ടലിന്റെ മുൻവശത്തെ ഗ്ലാസ് ഡോറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് മേശയിൽ സൂക്ഷിച്ചിരുന്ന 2000-ഓളം രൂപ കവർന്നു. ചാഴൂർ EMS സ്മാരക മിനി ഇൻഡോർ സ്റ്റേഡിയം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കായിക മേഖലയിൽ ഈ വർഷം തന്നെ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി. പാലിയക്കരയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കാളത്തോട് സ്വദേശി കറപ്പമൂച്ചിക്കൽ വീട്ടിൽ ഷഫീഖാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 4 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഭാഗമായി പുറം വേലയ്ക്ക് നിയോഗിക്കപ്പെട്ട അവകാശപ്പറയന്റെ ഇരിപ്പ് വേല ആരംഭിച്ചു. തനത് സംസ്കാരത്തിന്റെ ഭാഗമായ തോറ്റം ചൊല്ലിയാണ് അവകാശപ്പറയെടുപ്പ് നടത്തുന്നത്. തളിക്കുളം എരണയെഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്രോത്സവത്തിന് ഭഗവതിയുടെ ആറാട്ടോടെ സമാപനം. നമ്പിക്കടവിൽ നടന്ന ആറാട്ട് ചടങ്ങിന് ക്ഷേത്രം തന്ത്രി CB പ്രകാശൻ മുഖ്യകാർമ്മികനായി. മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ OP സമയം കഴിയുന്നതുവരെ എത്തുന്നവർക്ക് ചികിത്സ നൽകണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. പൊതുപ്രവർത്തകൻ ഷാന്റി ജോസഫ് തട്ടകത്ത് നവകേരള സദസ്സിൽ നൽകിയ പരാതിയിലാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി. ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷം വ്യാഴാഴ്ച ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നടക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. BSc കാർഡിയോവാസ്കുലർ ടെക്നോളജിയിൽ ആലപ്പാട് സ്വദേശിയായ വിദ്യാർത്ഥിക്ക് 1ാം റാങ്കോടെ ഗോൾഡ് മെഡൽ. ചിറക്കുഴി ഷംസുദ്ദീൻ ഷാജിദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷാഫിദാണ് നേട്ടം കരസ്ഥമാക്കിയത്. മുല്ലശ്ശേരി ഹിന്ദു UP സ്കൂൾ വാർഷികാഘോഷം നടന്നു. ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരത്ത് ഉദ്ഘാടനം ചെയ്തു. മണത്തല പള്ളി ഖബർസ്ഥാനിൽ തീപിടുത്തം. ഖബർസ്ഥാനിലെ പുല്ലിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കുടുംബശ്രീ കുഴൂർ പഞ്ചായത്തിലെ പാറപ്പുറത്ത് പച്ചക്കറി കിയോസ്ക് ആരംഭിച്ചു. പച്ചക്കറി കിയോസ്കിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് സാജൻ കൊടിയൻ നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.